സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നവൻ അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കഠോര ഹൃദയനേക്കാൾ വലിയ ക്രൂരനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ മുകേഷും നമ്മുടെ ഗോവിന്ദച്ചാമിയും ഒക്കെ ഏതാണ്ട് ഒരേ ലൈനിൽ വരുന്ന ഹാബിച്വൽ ഒഫൻഡർമാരാണ് എന്ന് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നിങ്ങളുടെ MLA, ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു നാടിന്റെ MLA, ഒരു ജനപ്രതിനിധി അയാളെ കാണാനുണ്ട്. എവിടെയാണെന്ന് പറയണ്ടേ? ഒളിച്ചു കളിക്കുകയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുത്ത MLA ബോർഡ് പോലും ഒഴിവാക്കി ഒരു വാഹനത്തിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി പല വേഷത്തിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഈ നാടിന്റെ പൊതുസമൂഹത്തോട് ഓഡിറ്റബിൾ ആണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരമായിട്ട് വന്നിരിക്കുന്നത്. ഇത്രയും ഗതികെട്ടവൻ വേറെ ലോകത്ത് കാണത്തില്ല. കാലത്തിന് മുമ്പേ സഞ്ചരിച്ച വാക്കുകളെന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. എന്താ ഇപ്പൊ കണ്ടോളൂ. 2025 ഏറ്റവും മികച്ച പ്രവാചകനായി രാഹുൽ മാങ്കുട്ടത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു. സ്വന്തം ഭാവിയെക്കുറിച്ച് പ്രവചിച്ചിട്ടാണ് ഇദ്ദേഹം ബാബാ വങ്കയെ പരാജയപ്പെടുത്തി ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. തമാശ പറഞ്ഞാട്ടോ. ഗർഭിണീന്റെ വയറ്റിൽ ചവിട്ടുന്നതാണ് ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ തെറ്റ്. പക്ഷെ ഗർഭം കലക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല കേട്ടോ. ഇത് കേട്ട സമയത്ത് ഒരുമാതിരി സണ്ണി ലിയോൺ പോക്കാണെന്ന് മിയ ഖലീഫ പറഞ്ഞ ലൈനിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, 2 ദിവസമായിട്ട് സഹോദരന്റെ അഡ്രസ് ഒന്നുമില്ലല്ലോ. എവിടെയാണാവോ?